നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് ആർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരള ചരിത്രമാണ്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് 2014 മുതൽ 2024 വരെയുള്ള 10 വർഷത്തെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ആവർത്തിച്ച് ഞാൻ പറയുന്നു, 2014 2024 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പല ഡയറക്റ്റ് ചോദ്യങ്ങളുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് സ്റ്റേറ്റ്മെന്റ് ആയി തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം PSC ഇൻഫ്ലുവൻസർ ടെലഗ്രാം കൂട്ടായ്മയിൽ ഇതിന്റെ പരീക്ഷയുണ്ട്, അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇതിന് നോട്ട്സും ഈ കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളോട് പറഞ്ഞ വാക്ക് വീണ്ടും പാലിക്കുകയാണ്. PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ നിങ്ങളോട് 20 ദിവസത്തെ വർക്കൗട്ട് ചലഞ്ചിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതിനിടയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു കണ്ടീഷൻ ഇല്ല, 20 ദിവസം മാത്രമല്ല, ഇനി മുതൽ അങ്ങോട്ടേക്ക് 20 ദിവസം, 21, 22 അങ്ങനെ വരും ദിവസങ്ങളെല്ലാം എല്ലാ മത്സര പരീക്ഷകൾക്കും ഗുണകരമാകുന്ന രീതിയിൽ ഈ പറയുന്ന റിവിഷൻ ചലഞ്ച്, വർക്കൗട്ട് ചലഞ്ച് എല്ലാം ഡിസ്കസ് ചെയ്യും എന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നു. ആ വാക്ക് പാലിക്കുകയാണ്. 15 ദിവസത്തെ വർക്കൗട്ട് ക്ലാസ്, 15 ദിവസത്തെ വർക്കൗട്ട് എക്സാം, 15 ദിവസത്തെ PDF നോട്ട്, ഈ 15 ദിവസത്തെയും വർക്കൗട്ട് നോട്ടിന്റെ വർക്കൗട്ട് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള ദിവസം നമ്മൾ മെഗാ മാരത്തോൺ ആണ്. ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയിൽ 100 മാർക്കാണ്. അതിൽ 80 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന, അതായത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ കാര്യം നമ്മൾ തുടക്കം മുതൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, യൂട്യൂബ് ക്ലാസ് കാണാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അധ്യാപകരുടെ ക്ലാസ് കാണാം. 80 മാർക്കാണ് PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മുതൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ടോപ്പിക്കിന്റെയും പ്രധാനപ്പെട്ട മെഗാ മാരത്തോൺ വീഡിയോ ആണ് നിങ്ങൾക്ക് തരുന്നത്. അതിനകത്ത് എൻറ്റയർ കണ്ടന്റ് കാണും. ചില മെറ്റീരിയൽസ് നമ്മൾ PDF നോട്ട് ആയിരിക്കും ഗ്രൂപ്പിൽ കൊടുക്കുന്നത്, അതല്ലെങ്കിൽ എക്സാമിനകത്ത് അഡീഷണൽ കണ്ടന്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഈ വീഡിയോ ക്ലാസ്സിൽ ഉടനീളം A to Z കാര്യങ്ങൾ നാം ഡിസ്കസ് ചെയ്യും. അപ്പൊ ക്ലാസിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, 2024 LDC പരീക്ഷയിൽ നമ്മൾ പറഞ്ഞ കേരള ചരിത്രം, നമ്മൾ പറഞ്ഞ സയൻസ് കണ്ടന്റ്, നമ്മൾ പറഞ്ഞ കറണ്ട് അഫയേഴ്സ്, നമ്മൾ പറഞ്ഞ GK ചോദ്യം പറഞ്ഞതേ വന്നുള്ളൂ എന്നല്ല പറഞ്ഞത്, വരുന്നതേ പറയൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഇക്കഴിഞ്ഞ LGS പരീക്ഷയുടെ ചോദ്യം നിങ്ങൾ നോക്ക്. 4 ഘട്ടം നടത്തിയ LGS പരീക്ഷകളിൽ നമ്മൾ പറഞ്ഞ കേരള ചരിത്രം, നമ്മൾ പറഞ്ഞ സയൻസ്, ഈ കൂട്ടായ്മ പറഞ്ഞ കറണ്ട് അഫയേഴ്സ്, ഈ കൂട്ടായ്മ പറഞ്ഞ GK, ഇത് മാത്രമേ വന്നുള്ളൂ എന്നല്ല പറയുന്നത്. ഈ പറയുന്ന മത്സര പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള മുഴുവൻ കണ്ടന്റുമാണ് നമ്മൾ PDF ആയിട്ടും ക്ലാസ് ആയിട്ടും പരീക്ഷയായിട്ടും കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്, കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ. 5 തെങ്ങ് വ്യവസായശാല നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി ലഭിച്ച വർഷം 1684. ഒരു ഓപ്ഷൻ. ഓപ്ഷൻ ബി, 5 തെങ്ങിൽ കോട്ട കെട്ടാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് 1690. മറ്റൊരു പ്രസ്താവന. ഓപ്ഷൻ സി, ബ്രിട്ടീഷുകാർ 5 തെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695. മൂന്നാമത്തെ പ്രസ്താവന. നാലാമത്തെ പ്രസ്താവന, 5 തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ഇതിൽ ഏതാ തെറ്റ്? നമുക്ക് എല്ലാവർക്കും അറിയാം, തെറ്റായിട്ട് നമ്മൾ പഠിക്കേണ്ടത് 5 തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെ അല്ല, കൊല്ലമല്ല. 5 തെങ്ങ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ 1000 തെങ്ങ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. 1000 തെങ്ങാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലെ 1000 തെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയാണ്. ഞാൻ പറയുന്ന ചോദ്യം വളരെ വ്യക്തമായി പഠിക്കണം. സ്വകാര്യ സ്ഥലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള സ്ഥലം ചോദിച്ചാൽ അത് 1000 തെങ്ങാണ്. വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല കണ്ണൂരാണ്. അതിൽ മാറ്റമില്ല. ഞാൻ പറഞ്ഞ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്. കേരളത്തിൽ ഈ പറയുന്ന സർക്കാരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കുമ്പോൾ സ്വകാര്യ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള കേരളത്തിലെ ഒരു സ്ഥലമാണേത്? ഈ പറയുന്ന ഇവിടെ 1000 തെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലം. അപ്പൊ 1000 തെങ്ങ് സ്ഥിതി ചെയ്യുന്ന എവിടെയാ? അത് കൊല്ലവും. 5 തെങ്ങ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് തിരുവനന്തപുരമാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന കേരള ചരിത്രവുമായി
ബന്ധപ്പെട്ട് അഞ്ച് തെങ്ങ് കലാപത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഒന്നാമതായിട്ട് 1684 അഞ്ച് തെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വ്യവസായശാല നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി കൊടുത്തു. ആരനുമതി കൊടുത്തു? ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണി അനുമതി കൊടുത്തത് 1684. ഒന്നാമത്തെ വസ്തുത. 1690 ഇതേ അഞ്ച് തെങ്ങ് എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഇതേ അഞ്ച് തെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു കോട്ട കെട്ടാനുള്ള അനുവാദം കൊടുക്കും. അത് 1690. ആര് കൊടുത്ത്? അത് ഉമയമ്മ റാണി എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ റാണി കൊടുത്തു. ആർക്ക് കൊടുത്ത്? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1695 അഞ്ച് തെങ്ങ് കോട്ട പണി കഴിപ്പിക്കും. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്: ബ്രിട്ടീഷുകാർ കേരളത്തിൽ സ്ഥാപിച്ച പ്രധാനപ്പെട്ട ഒരു കോട്ടയാണല്ലോ അഞ്ച് തെങ്ങ് കോട്ട. സ്ഥാപിച്ച വർഷം 1695. അപ്പൊ അഞ്ച് തെങ്ങിൽ വ്യവസായശാല നിർമ്മിക്കാൻ അനുമതി കൊടുത്തു ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണി. അവിടെ കോട്ട കെട്ടാനുള്ള അനുമതി കൊടുത്തു ഈ പറയുന്ന ഉമയമ്മ റാണി. അവിടെ കോട്ട കെട്ടി പണി കഴിപ്പിക്കുന്നു 1695. ഇനി കുറച്ചു നാൾ കഴിയുമ്പം ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് കുരുമുളകിന്റെ യവനപ്രിയ എന്നറിയപ്പെടുന്ന കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കാർഷിക വിളയായ കുരുമുളകിന്റെ വ്യാപാര കുത്തക കൂടി ആർക്ക് കൊടുക്കും? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. അപ്പൊ അതും ആര് കൊടുത്തതാ? ഈ പറഞ്ഞ ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണിയാ കൊടുത്തത്. അപ്പൊ ഉമയമ്മ റാണിയുടെ മനസ്സിൽ ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരിൽ നിന്ന് സമ്മാനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വർണം അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ പാരിതോഷികം കിട്ടും എന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണി ഉള്ള സൗജന്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാർക്ക് ചെയ്തു കൊടുക്കുക. ഇത് അവിടുത്തെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് കുരുമുളക് എന്നറിയപ്പെടുന്ന യവനപ്രിയ എന്നറിയപ്പെടുന്ന ഈ പറയുന്ന കർഷകരുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിളയാണല്ലോ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകിന്റെ വ്യാപാര കുത്തക മൊണോപ്പൊളി റൈറ്റ് കൂടി ആര് സ്വന്തമാക്കി? ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. അപ്പൊ അതും ആര് കൊടുത്തു? ഈ പറഞ്ഞ ഉമയമ്മ റാണി എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ റാണി കൊടുത്തു. അപ്പൊ അതും ആർക്ക് കാരണമായി? ഈ പറഞ്ഞ അഞ്ച് തെങ്ങിലെ നിവാസികൾ, ഈ പറയുന്ന അഞ്ച് തെങ്ങ് എന്നറിയപ്പെടുന്ന പ്രദേശ നിവാസികൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന മലയാളികളായിട്ടുള്ള ആളുകൾക്ക് ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി അഞ്ച് തെങ്ങ് കലാപം. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യ കലാപം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഏതാണ്? അത് അഞ്ച് തെങ്ങ് കലാപം 1697 ആണ്. അപ്പൊ അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യ കലാപത്തിന്റെ പേര് അഞ്ച് തെങ്ങ് കലാപം. ഈ സിലബസിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ഏതുമായി ബന്ധപ്പെട്ട്? ദേശീയ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സമരങ്ങളാണ് നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസിൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അഞ്ച് തെങ്ങ് കലാപം നിങ്ങൾ പഠിക്കണം. വർഷം 1697. ഈ അഞ്ച് തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തിരുവനന്തപുരം ജില്ലയാണ്. നമുക്ക് കേരളത്തിൽ ആദ്യത്തെ മെട്രോ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം. വളരെ വളരെ പ്രധാനപ്പെട്ടതാ. തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ ഉണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രത്യേകത UN ഷാങ്ഹായ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് UN ഷാങ്ഹായ് 2024 ഷാങ്ഹായ് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ഏക കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. അപ്പൊ അഞ്ച് തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. ഈ അഞ്ച് തെങ്ങിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്, അറിയാലോ. സ്വദേശാഭിമാനി എന്നറിയപ്പെടുന്ന പത്രം 1905 ജനുവരിയിൽ ആരംഭിച്ചത് അഞ്ച് തെങ്ങ് എന്നറിയപ്പെടുന്ന സ്ഥലത്തുനിന്ന്. അത് പഠിക്കാൻ എളുപ്പമാർഗമുണ്ട്. എങ്ങനെ? 1905 അഞ്ച് തെങ്ങ്. ഹാളി കയറുമ്പോൾ 1905 1000 തെങ്ങെന്ന് വരരുത്, 1905 അഞ്ച് തെങ്ങ്. അപ്പൊ അഞ്ച് തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരത്ത്. അടുത്തത്, ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി ഒരു പണ്ടകശാല സ്ഥാപിച്ച് അത് വിഴിഞ്ഞത്ത. അപ്പൊ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ആദ്യകാല ചോദ്യമുണ്ടല്ലോ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി ആരാണ്? ഉമ്മിണി തമ്പിയാണ്. അത് ഓർത്തു വെക്കുക. വിഴിഞ്ഞം ഇപ്പോഴത്തെ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കാണ്. എന്ന് വെച്ചാൽ പഴയ വിഴിഞ്ഞം തുറമുഖവും ഇപ്പോഴത്തെ വിഴിഞ്ഞം തുറമുഖം മാറ്റമൊന്നുമില്ല. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് അത് നെയ്യാറ്റിൻകര താലൂക്കാണ്. അപ്പൊ ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച പണ്ടകശാല എന്ന് പറഞ്ഞാൽ എന്താണ്? വെയർ ഹൗസിംഗ് ഫെസിലിറ്റിയെ നമ്മൾ പണ്ടകശാല എന്ന് പറയുന്നത്. അത് ആരംഭിച്ചത് വിഴിഞ്ഞത്താണ്. ഇനി മറ്റ് പണ്ടകശാലകളുണ്ട് കേരളത്തിൽ. ഈ പറയുന്ന ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച മറ്റ് പണ്ടകശാലകൾ. രണ്ടാമത്തെ പണ്ടകശാല അഞ്ച് തെങ്ങ. മൂന്നാമത്തത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്നറിയപ്പെടുന്ന സ്ഥലത്ത്. അങ്ങനെ 3 സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർ പണ്ടകശാലകൾ സ്ഥാപിച്ചു. ആദ്യ പണ്ടകശാല എവിടെയാണ്? അത് വിഴിഞ്ഞത്താണ്. ഇനി ഈ പറഞ്ഞ അഞ്ച് തെങ്ങ് എന്നറിയപ്പെടുന്ന കോട്ട, അഞ്ചു തെങ്ങില് കോട്ട പണി കഴിപ്പിക്കുവാൻ
ഉമേമ്മ റാണിയിൽ നിന്ന് അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരന്റെ പേര് ജോൺ ബ്രാബോൺ എന്നാണ്. ഇത് അധ്യാപക സഹായിയിലെ കണ്ടന്റ് ആയി പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. PYQ ഡിസ്കസ് ചെയ്യുന്നു, പ്രധാനപ്പെട്ട റാങ്ക് ഫയൽ കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലുള്ള അധ്യാപക സഹായിയിലുള്ള പ്രധാനപ്പെട്ട കണ്ടന്റ് കൊടുത്തേക്കുന്നത് 5 തെങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാൻ ഉമേമ്മ റാണിയിൽ നിന്ന് അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരന്റെ പേര് ജോൺ ബ്രാബോൺ എന്ന്. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യ കലാപത്തിന്റെ പേര് എന്താണ്? 5 തെങ്ങ് കലാപമാണ്. ഇനി നമുക്ക് വേണ്ടത്, അപ്പൊ 5 തെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. 5 തെങ്ങ് വ്യവസായശാല നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി ലഭിച്ച വർഷം 1684. ശരിയാണല്ലോ? ശരിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ 5 തെങ്ങിൽ കോട്ട കെട്ടാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് 1690. അതും ശരിയാണ്. ബ്രിട്ടീഷുകാർ 5 തെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695. അപ്പൊ 3 പ്രസ്താവനകളും ശരിയാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന രണ്ടാമത്തെ ചോദ്യം. ഓപ്ഷൻ എ, ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മയാണ്. അപ്പൊ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കല്ലോ. ഓപ്ഷൻ ബി നോക്കിയേ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് ഗിഫോർഡ് എന്നാണ്. ഓപ്ഷൻ സി, വേണാട് ഉടമ്പടി 1723 ഒപ്പിട്ടു. ഓപ്ഷൻ ഡി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായി ഒപ്പിട്ട ഉടമ്പടി പനമരം ഉടമ്പടി. ഇങ്ങനെ 4 പ്രസ്താവനകൾ കൊടുത്തേക്കുന്നത്. ഇനി അതിനകത്ത് ഓരോ പ്രസ്താവനകൾ പരിശോധിക്കുമ്പം ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് നമുക്ക് വേണം. ഒന്നാമത്തെ വസ്തുത, ഈ പറയുന്ന പ്രധാനപ്പെട്ട വസ്തുത നോക്കിയേ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമേമ്മ റാണിക്ക് ഈ സൗജന്യങ്ങളെല്ലാം ആർക്ക് ചെയ്തു കൊടുത്തു? ബ്രിട്ടീഷുകാർക്ക് ചെയ്തു കൊടുത്തു. അപ്പൊ ബ്രിട്ടീഷുകാർ തിരിച്ച് സഹായം കൊടുക്കണം. സമ്മാന പൊതികളുമായിട്ട് വരും ബ്രിട്ടീഷുകാർ സമ്മാന പൊതികളുമായിട്ട് ഉമേമ്മ റാണിയെ കാണാൻ, അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഭരണാധികാരിയെ കാണാൻ വരുന്നു എന്ന് നാട്ടുകാർ മുൻകൂട്ടി മനസ്സിലാക്കും. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? സംഘടിച്ച് നിൽക്കുന്നു. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഇനി പരീക്ഷയിൽ കയറുമ്പം തിരിഞ്ഞു പോകുന്ന ഉറപ്പുള്ളവർക്ക് വേണ്ടി പറയുന്നു. ആണ്ടെ നമ്മൾ പഠിക്കുമ്പം ആ എന്നല്ലേ നമ്മൾ പറയുന്നേ? ഹരിശ്രീ ഗണപതായെ പറഞ്ഞതിന് ശേഷം ഈ എന്ന് പറഞ്ഞല്ലേ പഠിക്കുന്നേ? അതിൽ ഒന്നാമത്തെ വസ്തുത നോക്കിയേ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യ കലാപം 5 തെങ്ങ് കലാപം. ആദ്യം സംഘടിച്ച്, നമ്മൾ 1ാം ക്ലാസ്സിലും ഈ പറയുന്ന ആസാം വെള്ളക്കുറിച്ചിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യ അക്ഷരം പറഞ്ഞു. ഇത്തിരിയും കൂടെ സംഘടിച്ച നമ്മൾ ടീച്ചറക്കന്മാരും ഒക്കെ പറയും, ഉറക്കപ്പറ അല്ലെങ്കിൽ ഒന്നും കൂടെ പറയാനൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെ? ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. കിട്ടിയല്ലോ. ഇനി ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട്ടിലെ ഭരണാധികാരിയുടെ പേര് ആദിത്യവർമ്മ എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണം. വേണാട്ടിലെ ഭരണാധികാരി ആരാണ്? അത് ആദിത്യവർമ്മയാണ്. അപ്പൊ വേണാട് എന്ന് പറഞ്ഞാൽ പഴയ കൊല്ലത്തിന്റെ ആദ്യകാല പേര്, കൊല്ലം ഉൾപ്പെടെയുള്ള പ്രദേശത്തിന്റെ ആദ്യകാല പേരാണ് വേണാട് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് വേണാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മയാണ്. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് ഗിഫോർഡ് എന്ന. 150ഓളം ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. SCERT സ്കൂൾ ടെക്സ്റ്റിലും ഇങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? അത് ഗിഫോർഡ്. അപ്പൊ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. അപ്പൊ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഗിഫോർഡ് കൊല്ലപ്പെടുമ്പം ബ്രിട്ടീഷുകാർ വെറുതെ ഇരിക്കത്തില്ല. അവരെന്ത് ചെയ്യും? ആളെ ഇറക്കും. എങ്ങനെ ആളെ ഇറക്കും ചോദിച്ചാൽ, തലശ്ശേരിയിൽ നിന്ന്, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യത്തെ ഇറക്കി ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തും. അവിടെ ഒരു ചോദ്യമുണ്ട്, മുൻകാല വർഷ ചോദ്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. അപ്പൊ അവിടെ കേരള PSC മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 3 ടേമുകളുണ്ട്. ഒന്ന്, ലാൻഡ് ഓഫ് 3 സീ എന്നറിയപ്പെടുന്നത്, 3 സീകളുടെ നാടെന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്. പറഞ്ഞ എന്തുവാ? ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്. ലാൻഡ് ഓഫ് 3 സീ തലശ്ശേരി. ലാൻഡ് ഓഫ് 3L എന്നറിയപ്പെടുന്നത് അത് കോട്ടയമാണ്. ലാറ്റക്സ്, ലേക്ക്, ലെറ്റർ, കോട്ടയം. ദെൻ സിറ്റി ഓഫ് 5 ലാമ്പ്
5 വിളക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് അത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. 3 PYQ ആണ്, ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപം നടക്കുന്നു. ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷ് സൈന്യം തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യം വരുന്നു. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒരു ഉടമ്പടി ഒപ്പുവെക്കും. ആ ഉടമ്പടിയുടെ പേര് വേണാട് ഉടമ്പടി എന്നാണ്. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ചോണം. അതിന്റെ PDF നോട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അതുകൂടി വായിച്ചു പോ. വേണാട് ഉടമ്പടിയുടെ പ്രത്യേകത, മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിലാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ഈ പറയുന്ന ജോൺ കമ്പനി എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായി ഒപ്പിട്ട ഉടമ്പടിയുടെ പേര്, അത് ഈ പറയുന്ന വേണാട് ഉടമ്പടിയാണ്. വർഷം 1723. അപ്പൊ ഈ ഉടമ്പടിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ തന്നെയാണ്. ഈ ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷുകാർക്ക് കുളച്ചൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു കോട്ട കെട്ടി കൊടുക്കാം എന്ന് ഏൽക്കുന്നു. ആര്? തിരുവിതാംകൂർ രാജാവ് അല്ലെങ്കിൽ തിരുവിതാംകൂർ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഇതാണ്, എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? അതൊന്ന് ഓർത്തു വെക്കണേ. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. തലശ്ശേരി കണ്ണൂർ ജില്ലയിലാണ്. തലശ്ശേരിയുടെ ആദ്യകാല പേര് തെല്ലിച്ചേരി എന്നാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലത്. ഇനി 2021 ഏപ്രിൽ 15 300ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ പേര് ആറ്റിങ്ങൽ കലാപം എന്നാണ്. നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഈ പറയുന്ന 3 പ്രധാനപ്പെട്ട കണ്ടന്റ് വാർഷികങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കും. അതായത് വാർഷികങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പായും കാണും. അതിലൊന്ന് വൈക്കം സമരമായിരിക്കും. വൈക്കം സമരത്തിന് 100 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. വൈക്കം സമരത്തിന് 100ാം വാർഷികം 2024 ദെൻ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സമാധിയുടെ 100ാം വാർഷികം 2024 അൽ അമീൻ എന്നറിയപ്പെടുന്ന മാഗസിൻ ഉണ്ട്. ആ പറയുന്ന മാഗസിൻ അല്ലെങ്കിൽ മാസിക അല്ലെങ്കിൽ പത്രം സ്ഥാപിച്ചത് 1924. അതിന്റെ 100ാം വാർഷികമാണ് 2024. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. നമ്മൾ ഈ പഠിക്കുമ്പം ഫാൻസി നമ്പറുകൾ ഓർത്തു വെക്കണം. 25, 50, 75, 100 അങ്ങനത്തെ ഉള്ള എല്ലാ വർഷങ്ങളും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ടത് നമ്മുടെ വായിക്കുമ്പോൾ നമുക്കത് തോന്നും, എന്താണ് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദ്യകർത്താവിനും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നാം എന്ന് കരുതുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് ആറ്റിങ്ങൽ കലാപം കിട്ടി. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപവും. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപവും. നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യ കലാപമാണ്ടെ ആദ്യ അക്ഷരം ആ, അതിനുശേഷം ഇത്തിരിയും കൂടെ സംഘടിച്ച് ഇത്തിരിയും കൂടെ ഓർഗനൈസ്ഡ് ആയി എന്ത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം താണ്ടെ ആറ്റിങ്ങൽ കലാപം. അപ്പൊ ഇത്രയും കണ്ടന്റ് കിട്ടിയല്ലോ. അപ്പൊ ഇത്രയും കണ്ടന്റ് ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ആൻസറിലേക്ക് വരണമല്ലോ. ആൻസറിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ നോക്കിയേ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാ ചോദ്യം. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മ. നിങ്ങൾ തന്നെ പറ, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ? ശരിയാണല്ലോ. അപ്പൊ ശരിയാണേ. ഓക്കെ, ഓപ്ഷൻ ബി നോക്ക്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് ഗിഫോർഡ് എന്ന ആണ്. ശരിയാ, ഗിഫോർഡ് വധിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപത്തിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ഗിഫോർഡ് വധിച്ചതുകൂടിയാണ് എന്ത് തലശ്ശേരിയിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യം വരുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നിരത്തി കളയുന്നത് കൊണ്ടാ. അപ്പൊ ഓപ്ഷൻ ബിയും ശരിയാ. ഓപ്ഷൻ സി നോക്ക്. വേണാട് ഉടമ്പടി 1723 അതും ശരിയാണ്. അപ്പോൾ എ ഓപ്ഷൻ ശരിയാണ്, ബി ഓപ്ഷൻ ശരിയാണ്, സി ഓപ്ഷൻ ശരിയാണ്. ഇനി അതുകൊണ്ട് ഡി ഓപ്ഷൻ ആയിരിക്കും തെറ്റും എന്ന് കരുതരുത്. ഒന്ന് വായിച്ചു നോക്കുന്നതിൽ തെറ്റില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായി ഒപ്പിട്ട ഉടമ്പടി പനമര ഉടമ്പടി. അപ്പൊ ഇവിടം വരെ ശരിയാ, പക്ഷേ ഉടമ്പടിയുടെ വാക്ക് ഒന്ന് തിരിഞ്ഞുപോയി. പനമര ഉടമ്പടിയാണോ? അല്ല. ഏതാണ്? വേണാട് ഉടമ്പടിയാണ്. അപ്പൊ ഈ പറഞ്ഞ പ്രസ്താവനയിൽ ഡി ഓപ്ഷൻ ആണ് തെറ്റായത്. അപ്പൊ നമ്മൾ തിരുത്തി പഠിക്കുമ്പം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നറിയപ്പെടുന്ന ജോൺ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായി ഒപ്പിട്ട ഉടമ്പടിയുടെ പേര് എന്താണ്? അത് വേണാട് ഉടമ്പടിയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ, ദെൻ PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയുടെ വർക്കൗട്ട് ബാച്ചിന്റെ 2ാമത്തെ സെഷൻ തുടങ്ങിയാണ്. പറഞ്ഞല്ലോ 10th ലെവൽ പ്രിലിംസിൽ 80 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. 80 മാർക്ക്. അതിൽ ഈ പറയുന്ന
കറണ്ട് അഫയേഴ്സ് വരും, കേരള ഹിസ്റ്ററി വരും, കേരള റിനേസൻസ് വരും, ഇന്ത്യൻ ജോഗ്രഫി വരും, എൻറ്റയർ കണ്ടന്റ് വരും. ആ എൻറ്റയർ കണ്ടന്റും നിങ്ങളിലേക്ക് ഉറപ്പായും എത്തിക്കാനുള്ള ഒരു രണ്ടാമത്തെ സെഷൻ. ആദ്യ സെഷനിൽ ഓൾറെഡി കുട്ടികളുണ്ട്, അവരുടെയൊക്കെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ചോദിച്ചറിയാൻ പറ്റും. ദെൻ 2025 നിങ്ങളുടെ വർഷമാണ്. ആരെയും ഈ കോഴ്സിൽ അല്ലെങ്കിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല. ഒറ്റ കണ്ടീഷൻ, ജോയിൻ ചെയ്തു, ഇപ്പൊ നിങ്ങളിൽ ഒരാൾ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ നിങ്ങളിൽ 10 പേര് ജോയിൻ ചെയ്തു എങ്കിൽ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. തരുന്ന വീഡിയോ ക്ലാസ് പഠിക്കണം, തരുന്ന PDF നോട്ട് പഠിക്കണം, തരുന്ന എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. അതല്ല തരുന്ന PDF അയ്യോ ഒത്തിരി PDF തരുന്നേ അല്ലെങ്കിൽ ഒത്തിരി വീഡിയോ ക്ലാസ് തരുന്നേ എന്നൊരു പരാതിയോ പരിഭവോ ഒന്നും ആരും പറയരുത്. കാരണം നിങ്ങൾ രക്ഷപ്പെട്ടാൽ നിങ്ങൾക്കേ ഉള്ളൂ നേട്ടം. അല്ലാതെ ഈ കാണുന്ന എനിക്കോ ഈ പറയുന്ന കൂട്ടായ്മയ്ക്കോ അല്ലെങ്കിൽ കേരളത്തിലെ ഒരാൾക്കും ഒരു നേട്ടവും കാണത്തില്ല. നിങ്ങൾ നേടിയാൽ, നിങ്ങൾ ഗവൺമെന്റ് സർവന്റ് ആയാൽ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വാല്യൂ. അതൊന്ന് മനസ്സിലാക്കുക. അപ്പൊ താല്പര്യമുള്ളവര് രണ്ടാമത്തെ സെഷൻ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വർക്കൗട്ട് ബാച്ചിന്റെ പ്രത്യേകത 3 കാര്യങ്ങളാണ്. ഒന്ന്, മൈക്രോ ക്ലാസ് ആയിരിക്കും. A-Z കാര്യങ്ങളല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട കണ്ടന്റ് ഉള്ള. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുക്കുക. കോൺസ്റ്റിറ്റ്യൂഷനിൽ 2024 മാത്രം ചോദിച്ച കുറച്ച് ട്രെൻഡിങ് ഏരിയ ഉണ്ട്. രാജ്യസഭയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കും, ലോക്സഭയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കും. ഈ കറണ്ട് അഫയേഴ്സ് എടുക്കുന്നെങ്കിൽ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കാണും, പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കാണും, ഇന്ത്യൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് A-Z കാര്യം പഠിക്കേണ്ട, പ്രധാനപ്പെട്ട കാര്യം മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ മൈക്രോ ക്ലാസ്സുകൾ ആയിരിക്കും നമ്മൾ തരുന്നത്. ആ മൈക്രോ ക്ലാസ്സിനോടൊപ്പം തന്നെ മൈക്രോ PDF കാണും, അതിന്റെ എക്സാം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായി ഫസ്റ്റ് ബാച്ചിൽ ചെയ്ത പോലെ തന്നെയാണ് സെക്കൻഡ് വർക്കൗട്ട് ബാച്ചിലും ചെയ്യുന്നത്. ഇതിനൊരു കോഴ്സ് ഫീ ഉണ്ട്, 99 രൂപയാണ് കോഴ്സ് ഫീസ്. അപ്പൊ ചില ആളുകളെങ്കിലും കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, നിങ്ങൾ തുടക്കത്തിൽ സൗജന്യം പറഞ്ഞല്ലയോ തുടങ്ങിയത്. ഒന്നുമില്ല, ഈ കൂട്ടായ്മയിൽ ഈ പറഞ്ഞ PDF ചെയ്യുന്നവർക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം, ഈ പറഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ പേയ്മെന്റ് കൊടുക്കണം, ഈ പറയുന്ന അധ്യാപകർക്കൊന്നും നിങ്ങൾ സിംഗിൾ പേയ്മെന്റ് കൊടുക്കേണ്ട. ഈ വർക്കൗട്ട് ബാച്ചിൽ തരുന്ന PDF-നും എക്സാമിനും ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതിന് മാത്രമുള്ള എമൗണ്ട് ആയിട്ടുള്ള ഒരു ചെറിയ എമൗണ്ട് മാത്രമേ നമ്മൾ മേടിക്കുന്നുള്ളൂ. 99 രൂപയാണ്. 999 9999 ഒന്നും വാങ്ങിക്കുന്നില്ല. മറ്റു പ്ലാറ്റ്ഫോമിന്റെ കൂട്ട് സെക്കൻഡ് വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് വർക്കൗട്ട് സെക്കൻഡ് ബാച്ച് എന്ന് വാട്സപ്പ് ചെയ്യുക. 9072728242 എന്നാണ് ആ നമ്പർ. അതൊന്ന് ഓർത്തു വെക്കുക. താല്പര്യമുള്ളവർ പറഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത്, ഞാൻ നിർബന്ധിക്കുന്നില്ല, ആരെയും പ്രഷർ ചെയ്യുന്നില്ല. ഈ പറയുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരെ ഇനി മുതൽ പഠിപ്പിക്കത്തില്ല എന്നൊന്ന് ശപഥം ഒന്നും എടുത്തുവല്ല. പറയാൻ പോകുന്ന തരുന്ന കണ്ടന്റുകൾ കൃത്യമായി പഠിച്ചു പോവുക. അത് മാത്രമേ ഞങ്ങൾക്ക് തരാനുള്ള ഉറപ്പുള്ളൂ. അപ്പൊ ആറ്റിങ്ങൽ കലാപം നമുക്ക് കിട്ടി, അതൊന്ന് ഓർത്തു വെക്കണേ. ദെൻ അടുത്തത് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? അപ്പൊ ആറ്റിങ്ങൽ കലാപം ക്ലിയർ ആയി, അഞ്ചുതൻ കലാപം ഓക്കെ ആയി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പഴശ്ശി വിപ്ലവത്തെ പറ്റിയാ. ഓപ്ഷൻ എ നോക്കിയേ, പഴശ്ശി രാജയുടെ രാജവംശം കുമ്പള രാജവംശം ഒരു ഓപ്ഷൻ. ഓപ്ഷൻ ബി, പൈച്ചി രാജ, കെട്ടിയോട്ടി രാജ എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. ഓപ്ഷൻ സി, 1802 ജനുവരിയിൽ മലബാർ ജില്ലയെ നിരായുധീകരിച്ച കളക്ടർ മേജർ മക്കിലോയിഡ്. ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി, രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടറിന്റെ പേര് തോമസ് ഹാർവേ ബാബർ. അങ്ങനെ 4 പ്രസ്താവനകളാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ ഏത് പ്രസ്താവന ആയിരിക്കാം തെറ്റ് അല്ലെങ്കിൽ ഏതായിരിക്കും ശരി എന്നതിലേക്ക് നമ്മൾ പോണമല്ലോ. അപ്പൊ ഓരോ ഓപ്ഷനിലേക്ക് നമ്മൾ പോവുകയെ. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, പഴശ്ശി രാജയുടെ രാജവംശം കുമ്പള രാജവംശം. അത് തന്നെ തെറ്റാണ്. കുമ്പള രാജവംശത്തിന്റെ പ്രത്യേകത കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തെ രാജവംശമാണ് കുമ്പള രാജവംശം. 3 പ്രധാനപ്പെട്ട രാജവംശത്തെ പറ്റി നമ്മൾ പഠിക്കും. ഒന്ന്, കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തെ രാജവംശം കുമ്പള രാജവംശം എന്നാണ്. കുമ്പള രാജവംശത്തിന്റെ ഔദ്യോഗിക കൊട്ടാരത്തിന്റെ പേര് മായിപ്പാടി കൊട്ടാരം എന്നാണ്. മായിപ്പാടി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലാണ്. അത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ദെൻ കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശത്തിന്റെ പേര് വില്യാർ വട്ടം എന്നാണ്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശത്തിന്റെ പേര് അറക്കൽ രാജവംശം എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അറക്കൽ ബീവിമാർ, അറക്കൽ രാജ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതിലേക്കൊന്നും പോകുന്നില്ല. പഴശ്ശി രാജയുടെ രാജവംശം എന്തല്ല, കുമ്പള രാജവംശമല്ല. പഴശ്ശി രാജയുടെ രാജവംശം കോട്ടയ രാജവംശമാണ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതാൻ സാധ്യതയുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കോട്ടയം ജില്ലയുമായി കോട്ടയ രാജവംശത്തിന് ഒരു ബന്ധവുമില്ല. കോട്ടയ രാജവംശം എന്ന് പറഞ്ഞാൽ
പഴയ കാലത്തെ മലബാർ കണ്ണൂർ പ്രദേശത്തിന്റെ അവിടുത്തെ രാജവംശത്തിന്റെ പേരാണ് ഏത്? കോട്ടയം രാജവംശം. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, ഈ പറഞ്ഞ പഴശ്ശി യുദ്ധത്തിന്റെ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. 1793. മറക്കല്ലേ, 1793 മുതൽ 1805 വരെയാണ് എന്ത്? പഴശ്ശി യുദ്ധം അല്ലെങ്കിൽ പഴശ്ശി കലാപം നടക്കുന്നത്. 1793 മുതൽ 1805 വരെയാണ് എന്ത് നടക്കുന്നത്? ഈ പറയുന്ന പഴശ്ശി വിപ്ലവം നടക്കുന്നത്. ഇനി അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒന്നാം പഴശ്ശി വിപ്ലവം എടുത്തു ചോദിക്കും. ഒന്നാം പഴശ്ശി വിപ്ലവം എന്നെടുത്ത് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് 1793 മുതൽ 1797 വരെയും. രണ്ടാം പഴശ്ശി വിപ്ലവം എന്നാ ചോദിക്കുന്നെങ്കിൽ 1800 മുതൽ 1805 വരെയുമാണ് നിങ്ങൾ എഴുതേണ്ടത്. പക്ഷേ പഴശ്ശി വിപ്ലവം എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളെങ്കിൽ 1793 മുതൽ 1805 വരെ എന്ന് പഠിക്കണം. ഇനി ഈ പറഞ്ഞ പഴശ്ശി രാജ എന്നറിയപ്പെടുന്ന കോട്ടയ രാജവംശത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വമായ പഴശ്ശി രാജയുടെ രാജവംശം നമ്മൾ പറഞ്ഞു, കോട്ടയ രാജവംശം. ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് ഒന്ന് കേരള സിംഹം എന്നറിയപ്പെടുന്നു. അങ്ങനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. പഴശ്ശി രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ്. പൈച്ചി രാജ എന്നും കെട്ടിയോട്ട് രാജ എന്നും അറിയപ്പെടുന്നത് പഴശ്ശി രാജയാണ്. പൈച്ചി രാജ എന്നും കെട്ടിയോട്ട് രാജ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് പഴശ്ശി രാജയാണ്. ഇനി 1802 ജനുവരിയിൽ മലബാർ ജില്ലയെ നിരായുധീകരിച്ച കളക്ടറിന്റെ പേര് മേജർ മക്ലോയിഡ്. അപ്പൊ ഓപ്ഷൻ ബി ശരിയാണ്, ഓപ്ഷൻ സിയും ശരിയാണ്. 1802 ജനുവരിയിൽ മലബാർ ജില്ലയെ നിരായുധീകരിച്ച കളക്ടറിന്റെ പേരാണ് എന്താണ്? അത് മേജർ മക്ലോയിഡ്. അപ്പൊ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക, വേറെ ഒന്നുമില്ല. ഈ പറഞ്ഞ പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണം എന്താ? പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരമാണ് പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രമുണ്ട്, അത് കണ്ണൂർ ജില്ലയിലെ പുരളിമല എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് പഴശ്ശി രാജയെ പുരളി സെമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജയാണ്, പൈച്ചി രാജ എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജയാണ്, കൊട്ടിയോട്ട് രാജ എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജയാണ്, പുരളി സെമ്മൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെ? പഴശ്ശി രാജയെ തന്നെ. പുരളിമല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ അതും ശരിയാണല്ലോ. ദെൻ 1802 നമ്മൾ പറഞ്ഞു ജനുവരിയിൽ മലബാർ ജില്ലയെ നിരായുധീകരിച്ച കളക്ടറിന്റെ പേരെന്താണ്? മേജർ മക്ലോയിഡ് ആണ്. നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷയിൽ ഈ പറയുന്ന ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ വ്യക്തമായി പഠിച്ചാൽ ഈ ക്ലാസ്സിൽ നിന്നുള്ള കണ്ടന്റ്, ദെൻ നിങ്ങളുടെ വർക്കൗട്ട് നോട്ട്, ദെൻ ഇതിന്റെ PDF നോട്ട്, പരീക്ഷ, ഇത് കൃത്യമായി നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ഉറപ്പാണ് 10 മാർക്കും നിങ്ങളുടെ കയ്യിലിരിക്കും. വേറെ എങ്ങും പോവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് എഴുതാതിരുന്ന വെച്ചാൽ മാത്രം മതി. നിങ്ങൾ ഒത്രയേറെ പഠിച്ചിട്ടുണ്ട്. ഇനി ഇത്രയും മെനക്കെട്ടിട്ട് പരീക്ഷാളി കയറി എന്ത് കാണിക്കരുത്? ഈ പറയുന്ന നെഗറ്റീവ് എന്ന് പറയുന്ന ഇത്രയും കാലങ്ങളായിട്ട് എല്ലാ പരീക്ഷയും പോയി അറ്റൻഡ് ചെയ്യുന്നു. ഇത്രയും കാലങ്ങളായിട്ട് ഓരോ പരീക്ഷ കഴിയും തോറും വീണ്ടും വീണ്ടും പഠിച്ച് വീണ്ടും നോട്ട്സ് എഴുതി ഒരു മിനിമം ഒരു 15 ബുക്കെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കാണും. ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തുമല്ല. നിങ്ങളുടെ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മത്സര പരീക്ഷയ്ക്ക് പോകുമ്പം ഏതെങ്കിലും ചോദ്യം തിരിഞ്ഞു പോകുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പം മാർക്ക് നഷ്ടമാകുന്നത്. അപ്പൊ ആ മാർക്ക് നഷ്ടപ്പെടിയിൽ ഈ മത്സര പരീക്ഷയുടെ എടുത്തുകൊണ്ട് നമ്മൾ നിർത്തിക്കോണം. കാരണം എന്താണെന്നറിയോ? ഈ വരുന്ന മത്സര പരീക്ഷ നമുക്ക് പാസ്സായെങ്കിൽ മാത്രമാണ് ഇതിന്റെ മെയിൻസ് കിട്ടത്തുള്ളൂ. ഇനി സെക്രട്ടേറിയറ്റ് OA പരീക്ഷ ഉണ്ട്, അതിന്റെ റിലേറ്റഡ് ഫാക്ടുള്ള ചോദ്യങ്ങൾ വരും, അതിന്റെ റിലേറ്റഡ് ഫാക്ടുള്ള മത്സര പരീക്ഷ വരും, VFA പരീക്ഷ, അങ്ങനെയുള്ള നമ്മുടെ മുന്നിൽ 2025 എന്നറിയപ്പെടുന്ന വർഷം ഒത്തിരി സാധ്യതകൾ വരും. ഇതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടന്റുകളെല്ലാം കൃത്യമായി പഠിക്കാൻ പറ്റണം. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടറിന്റെ പേര് തോമസ് ഹാർവേ ബാബർ എന്നാണ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കിട്ടും. 1802 പ്രത്യേകത എന്താണ്? 1802 പനമരം കോട്ട യുദ്ധം നടക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എടച്ചേന കുങ്കൻ, തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം 1802. പനമരം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലത്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഓർത്തു വെക്കണേ. ഇപ്പൊ പുരളി സെമ്മൻ എന്നറിയപ്പെടുന്ന ആര്യ? പഴശ്ശി രാജയാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജ. അങ്ങനെ കേരള സിംഹം എന്ന് പഴശ്ശി രാജനെ വിശേഷിപ്പിച്ചത് ആരാ? അത് സർദാർ KM പണിക്കറാണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടറിന്റെ പേരെന്താണ്? അത് തോമസ് ഹാർവേ ബാബർ എന്നാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കേരള സിംഹം എന്ന പുസ്തകം എഴുതിയതാരാണ്? വേറെ ഒന്നും നിങ്ങൾ ഓർക്കണ്ട. കേരള സിംഹം എന്ന പുസ്തകം എഴുതിയത് അത് സർദാർ
KM പണിക്കർ അല്ലയോ? ഓപ്ഷൻ സി അല്ലയോ ആൻസർ ആയിട്ട് വരേണ്ടത്? അപ്പൊ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ പഴശ്ശിരാജയെ പിടികൂടാൻ വേണ്ടി ആർതർ വെല്ലസ്ലി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരൻ ഒരു സൈനിക സംഘത്തെ ഫോം ചെയ്തിരുന്നു. ആ സൈനിക സംഘത്തിന്റെ പേര് കോൽക്കർ എന്നാണ്. ഒന്ന് ഓർത്തു വെക്കണേ, കോൽക്കാർ എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കുക. പഴശ്ശിരാജ വെടിയേറ്റ് മരിക്കുന്നത് 1805 നവംബർ 30. SCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ കണ്ടന്റ്. 1805 നവംബർ 30 പഴശ്ശിരാജ വെടിയേറ്റ് മരിക്കുന്നത്. വയനാട് ജില്ലയിലെ മാനന്തവാടി എന്നറിയപ്പെടുന്ന സ്ഥലത്തെ മാവിലാൻ തോട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. കേരള സിംഹം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്ന പുസ്തകം എഴുതിയതുമാര് തന്നെ KM പണിക്കരാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ അവിടെ ചോദിക്കുന്ന, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പനമരം എന്നറിയപ്പെടുന്ന യുദ്ധം, പനമരം കോട്ട യുദ്ധം 1802 എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവിടെ ആവർത്തിക്കുന്ന ചോദ്യം, തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയിലെ പനമരം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഈ കേരള സിംഹം എന്നറിയപ്പെടുന്ന പുസ്തകം എഴുതിയത് സർദാർ KM പണിക്കറാണ്. ദെൻ പഴശ്ശി സമരങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം എഴുതിയത് അത് KN കുറുപ്പാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം എഴുതിയത് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം എഴുതിയത് മുണ്ടക്കയം ഗോപിയാണ്. വേറെ ഒന്നുമില്ല, നമ്മൾ ചമയമൊക്കെ, അതായത് ഒരുങ്ങുന്ന സമയത്താണല്ലോ ഗോപിയൊക്കെ വരയ്ക്കുന്നത്, അത് മുണ്ടക്കയം ഗോപി. ഒന്ന് ഓർത്തു വെക്കണേ, പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം എഴുതിയത് മുണ്ടക്കയം ഗോപിയാണ്. KN കുറുപ്പിന്റെ പ്രത്യേകത, പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം എഴുതിയത് KN കുറുപ്പ്. കേരള സിംഹം എന്ന പുസ്തകം എഴുതിയത് അത് KM പണിക്കറാണ്. അപ്പൊ ഓപ്ഷനിൽ ഡിയിലേക്ക് വന്നാൽ CB രാമൻപിള്ളയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CB രാമൻപിള്ളയാണ്. ലോകത്തിൽ ആദ്യമായി ചരിത്ര പുസ്തകം എഴുതിയ വ്യക്തിയുടെ പേരാണ് വാൾട്ടർ സ്കോട്ട്. മലയാളത്തിൽ ആദ്യമായി ചരിത്ര പുസ്തകം എഴുതിയ വ്യക്തി ആയതുകൊണ്ടാണ് ഈ പറയുന്ന CB രാമൻപിള്ളയെ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. വീണ്ടും ആവർത്തിക്കുന്നു, മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നറിയപ്പെടുന്ന 3 കൃതികൾ, 3 നോവലുകൾ എഴുതിയത് ഈ പറഞ്ഞ CB രാമൻപിള്ളയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി TH ബേബർ എന്നറിയപ്പെടുന്ന വ്യക്തിയെ പറ്റി +2 സ്കൂൾ ടെക്സ്റ്റിൽ, കേരളം ആധുനികതയിലേക്ക് എന്നറിയപ്പെടുന്ന +2 സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. TH ബേബർ പഴശ്ശിരാജയെ പറ്റി പറഞ്ഞ വാക്യം ഒന്നുമില്ല, കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ്. ഒരു പരാജിത ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ എന്ന് പഴശ്ശിരാജയെ പറ്റി വിശേഷിപ്പിച്ചത് TH ബേബർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഈ TH ബേബർ ആണ് കുറിച്യർ കലാപത്തെ പറ്റി വിശേഷണം നടത്തുന്നത്. അത് വേറെ വിശേഷണം, ഇത് വേറെ വിശേഷണം. ഒന്ന് ഓർത്തു വെക്കണേ. ഇനി മത്സര പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് പഴശ്ശി സ്മാരകം എവിടെയാണ്? അത് വയനാട് ജില്ലയിലെ മാനന്തവാടി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി മ്യൂസിയം എവിടെയാണെന്ന് ചോദിക്കും. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹിൽ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. പഴശ്ശി ഡാം എവിടെയാണെന്ന് ചോദിക്കും. അത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ്. അപ്പൊ പഴശ്ശി ഗുഹ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പഴശ്ശി ഗുഹ മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, അധ്യാപക സഹായിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിക്കുവാണേ. പഴശ്ശി സ്മാരകത്തിന്റെ ശില്പി ആരാ? നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഈ ക്ലാസ്സിന്റെ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞോളാം പഴശ്ശി സ്മാരകത്തിന്റെ ശില്പി. കമന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കമന്റ് ചെയ്യിപ്പിച്ച് എന്തിനാ വെറുതെ തെറ്റിക്കുന്നത്? ശരിയാക്കുന്നവരും കാണുവേ. യൂജിൻ പാണ്ഡാല എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പഴശ്ശി സ്മാരകത്തിന്റെ ശില്പി, യൂജിൻ പാണ്ഡാല. അതൊന്ന് ഓർത്തു വെക്കുക. കാരണം ഞാൻ വിട്ടുപോയാൽ ഈ ക്ലാസ് അവസാനിക്കുന്നത് ചിലപ്പം 2.5 മണിക്കൂറോ 2 മണിക്കൂറോ ശേഷമായിരിക്കും. അപ്പോൾ ഇത് ഓർത്തു വെക്കുന്നത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇൻ കേസ് പറയാൻ വിട്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. യൂജിൻ പാണ്ഡാലയാണ് പഴശ്ശി സ്മാരകത്തിന്റെ ശില്പി. പഴശ്ശി സ്മാരകം വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി പഴശ്ശി കോളേജ് ഉണ്ട്. 2 പ്രധാനപ്പെട്ട ജില്ലയിലാണ് പഴശ്ശി കോളേജ് ഉള്ളത്. ഒന്ന് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി എന്നറിയപ്പെടുന്ന സ്ഥലത്തുമുണ്ട്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്തും എന്ത് സ്ഥിതി ചെയ്യുന്നു? പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നു. പഴശ്ശി സ്കൂൾ ഉണ്ട്, അത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ആ ജില്ലയിലുള്ള ആ പ്രദേശത്തുള്ളവർക്ക് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ കേരള സിംഹം എന്ന പുസ്തകം എഴുതിയത് ആരാണ്?
അത് KM പണിക്കർ, സർദാർ KM പണിക്കറാണ്. ഇനി പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട അഞ്ചരക്കണ്ടി കറുവത്തോട്ടം കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്: പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരിന്റെ ആദ്യകാല പേര് നൗറ എന്നാണ് ഓർക്കണം. കണ്ണൂർ ജില്ലയിലാണ് അഞ്ചരക്കണ്ടി സ്ഥിതി ചെയ്യുന്നത്. ഇനി മത്സര പരീക്ഷയിൽ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനാണെന്ന് ഓർക്കണം. അതിന്റെ തിരക്കഥ MD വാസുദേവൻ നായരാണ്. അത് ഓർത്തു വെക്കുക. അതിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളെ ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേപ്പോണ്ട് അതവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കണേ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ റിലേറ്റഡ് ഫാക്ട്, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നല്ലേ ചോദ്യം. ഓപ്ഷൻ എ പഴശ്ശി ഗുഹ മലപ്പുറം. ശരിയോ തെറ്റോ? പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണോ? ശരിയാണോ? ശരിയാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാ. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന നദി അത് വളപട്ടണം പുഴയാ. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. പഴശ്ശി മ്യൂസിയത്തിന്റെ ശില്പി ആരാണ്? പഴശ്ശി മ്യൂസിയം അല്ല, പഴശ്ശി സ്മാരകത്തിന്റെയാണ് ശില്പി. പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ജില്ലയിലാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലല്ല. പഴശ്ശി സ്മാരകം വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ്. അതിന്റെ ശില്പിയെ മറക്കല്ലേ, യൂജിൻ പാണ്ഡാല എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അതിന്റെ ശില്പി. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നായർ പട്ടാള ലഹള 1804, ഓപ്ഷൻ ബി കുണ്ടറ വിളംബരം 1809, ഓപ്ഷൻ സി കുറിച്യർ കലാപം 1812, ഓപ്ഷൻ ഡി ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1921. കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും. ആൻസറിലേക്ക് ആദ്യം ഞാനങ്ങ് പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന 3 കാര്യങ്ങൾ, ബാക്കിയുള്ള ഒരെണ്ണം തെറ്റായിരിക്കുമല്ലോ. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. ഒന്ന്, എന്താണ് നായർ പട്ടാള ലഹള? വേറെ ഒന്നുമില്ല, തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് സൈനികരായിട്ടുള്ള ആളുകൾക്ക്, തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് സൈനിക ആവശ്യത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്ന തുക അധികമായ സമയത്ത് വേലുത്തമ്പി ദളവ നായർ പട്ടാളത്തിന്റെ ആനുകൂല്യം കുറയ്ക്കും. ഇതിനെതിരെ നടത്തിയ കലാപത്തിന്റെ പേരാണ് നായർ പട്ടാള ലഹള. വീണ്ടും ആവർത്തിക്കുന്നു, തിരുവിതാംകൂറിൽ ഓൾറെഡി എന്തുണ്ട്? ബ്രിട്ടീഷുകാരുടെ ഒരു സൈനികം ഉണ്ടല്ലോ. അപ്പൊ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് സൈനിക ആവശ്യത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്ന തുക അധികമാകും. അപ്പൊ അധികമാകുമ്പോൾ അവർക്ക് കൂടുതൽ കൊടുക്കണം. ആ സമയത്ത് ഫണ്ടില്ല, ഖജനാവിൽ നിന്ന് കൂടുതൽ പണം ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ ഈ പറഞ്ഞ വേലുത്തമ്പി ദളവ എന്നറിയപ്പെടുന്ന വ്യക്തി ഈ പറഞ്ഞ നായർ പട്ടാളത്തിന്റെ, തിരുവിതാംകൂറിൽ ഒരു പ്രത്യേക സൈന്യമുണ്ട്. അതിനെയാണ് നമ്മൾ മറവപ്പട അല്ലെങ്കിൽ നായർ ബ്രിഗേഡ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ നായർ പട്ടാളത്തിന്റെ എന്ത് കുറയ്ക്കും? ആനുകൂല്യം കുറയ്ക്കും. ഇതിനെതിരെ നടന്ന കലാപത്തിന്റെ പേരാണ് നായർ പട്ടാള ലഹള 1804. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ കുണ്ടറ വിളംബരം 1809 ജനുവരി 11. ശരിയാണ്. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. 984 മകരം 1. അതുകൂടി ഒന്ന് പഠിച്ചു വെക്കണേ. 984 മകരം 1. കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട് മലയാള വർഷവും തീയതിയുമാണ് 984 മകരം 1. കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട ചോദ്യം ഓർക്കണം. ബ്രിട്ടീഷ് ഭരണത്തെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്ന് അമർച്ച ചെയ്യണം. അതിനുവേണ്ടി വേലുത്തമ്പി ദളവ കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വിളംബരത്തിന്റെ പേരാണ് കുണ്ടറ വിളംബരം. ഈ കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം കുണ്ടറയിലെ ഇളമ്പള്ളൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ പറഞ്ഞ കുണ്ടറ വിളംബരം നടത്തുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. പിന്നീട് വേലുത്തമ്പി ദളവ എന്നറിയപ്പെടുന്ന വ്യക്തിയെ, വേലുത്തമ്പി ദളവയെ നേരിടാൻ വേണ്ടി തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച ഒരു ബ്രിട്ടീഷുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കേണൽ ലീഗർ എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഈ വേലുത്തമ്പി ദളവയെ പറ്റി പഠിക്കുമ്പം 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന്, തിരുവിതാംകൂറിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട 4 പ്രധാനപ്പെട്ട PYQ നിങ്ങൾ പഠിച്ചാൽ മതി. 5 എണ്ണമാണ് മൊത്തം പഠിക്കേണ്ടത്. നാട്ടുകൂട്ടം ഇളക്കം ഒന്ന് നോട്ട് ചെയ്തേക്കണം ബുക്കിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഏത് ബുക്കിലേക്കാണോ അതിലേക്ക് ഒന്ന് നോട്ട് ചെയ്തേക്കണം. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതാവ് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിക്കുന്നു. അതായത് ഇപ്പോൾ നിലവിലുള്ള തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ്
ആദ്യകാലത്ത് കൊല്ലത്തായിരുന്നു ഹജൂർ കച്ചേരി എന്ന പേരിൽ സെക്രട്ടേറിയറ്റ്. പിന്നീട് അത് എങ്ങോട്ട് മാറ്റിയതാ? തിരുവനന്തപുരത്തേക്ക് മാറ്റിയതായിരുന്നു. അതൊന്ന് ഓർത്തു വെക്കുക. അങ്ങനെ കൊല്ലം ജില്ലയിലായിരുന്നു ആ ഹജൂർ കച്ചേരി എങ്കിൽ ഇപ്പം കൊല്ലം ജില്ലക്കാർക്ക് സെക്രട്ടേറിയറ്റ് അസെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലക്കാർക്ക് സെക്രട്ടേറിയറ്റ് അസെന്റ് ആയിട്ട് തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമില്ല, കൊല്ലത്തേക്ക് പോയാൽ മതിയായിരുന്നു. നേരെ തിരിച്ചു വന്നായിരുന്നെങ്കിൽ തിരുവനന്തപുരം ജില്ലക്കാർ കൊല്ലത്തേക്ക് വരേണ്ടി വന്നേനെ. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്, കുണ്ടറ വിളംബരം 1809. അപ്പൊ പറഞ്ഞ് മുഴിപ്പിച്ചില്ല. നാലാമത്തെ പ്രത്യേകത, ഈ പറഞ്ഞ വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയ ഭരണാധികാരി വേലുത്തമ്പി ദളവയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയ ഭരണാധികാരി അത് വേലുത്തമ്പി ദളവയാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ ആവർത്തിച്ച് പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട്. ഇത് മൂന്നും കോട്ടയം ജില്ലയിലാണ്. ചങ്ങനാശ്ശേരി, തലയോലപ്പറമ്പ്, ആലങ്ങാട് എന്നറിയപ്പെടുന്ന 3 സ്ഥലങ്ങളിൽ അടിമച്ചന്ത എന്ന് ഒരിക്കലും പറയരുത്. ആഴ്ചച്ചന്ത സ്ഥാപിച്ചത് ഈ പറയുന്ന വേലുത്തമ്പി ദളവയാണ്. അപ്പൊ വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പ്രഖ്യാപിക്കുന്നു 1809 ജനുവരി 11. ഇമ്പോർട്ടന്റ് ഏരിയ ഈ പറഞ്ഞ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട്, കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട്, പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും കാണും. അത് നിങ്ങൾ എഴുതാതിഞ്ഞു വരരുത്, അതൊന്ന് ഓർത്തു വെക്കണം. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ കുറിച്യർ കലാപം 1812. അതും ശരിയാ. കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ കലാപം നടന്ന ജില്ല വയനാടാണ്. നമ്മൾ പാക്കേജ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ കലാപത്തിന് 3 പ്രധാനപ്പെട്ട നേതാക്കന്മാരാ ഉള്ളത്. ഒന്ന് വെൺകലോൻ കേളു, 1000 വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി. ഇതിൽ രാമനമ്പിയെ പറ്റിയാണ് മിക്ക മത്സര പരീക്ഷയിലും ചോദ്യമായി വരുന്നത്. കുറിച്യർ കലാപത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? രാമനമ്പിയാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഈ പറയുന്ന കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, കുറിച്യർ കലാപത്തിന് 3 കാരണങ്ങളുണ്ട്. ഇക്കഴിഞ്ഞ LGS പരീക്ഷയിൽ നമ്മൾ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച, നമ്മൾ കൊടുത്ത PDF നോട്ടിലെ മുഴുവൻ ചോദ്യങ്ങളും വരാനുള്ള കാരണം കൂടെ പറഞ്ഞുതരാം. ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം SCRT-യിൽ നിന്ന്, ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം +2 സ്കൂൾ ടെക്സ്റ്റിലെ കേരള ചരിത്രം, ഈ പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കിൽ നമ്മൾ കണ്ടന്റ് ആഡ് ചെയ്താണ് ആ നോട്ട്സ് തന്നത്. അതുകൊണ്ടാണ് 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് കുറിച്യർ കലാപത്തിന് ഉള്ളത്. ഒന്ന്, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നികുതി വർദ്ധിപ്പിച്ചു. അപ്പൊ ഈ പറയുന്ന നികുതി ഈ പറഞ്ഞ കുറിച്യർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഞാൻ രഞ്ജിത്ത് എന്ന് പറയുന്ന ഞാൻ കുറിച്യർ ആണെങ്കിൽ കേരളത്തിലെ മികച്ച നെൽകർഷകർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് ഞങ്ങള്. കേരളത്തിലെ മികച്ച നെൽകർഷകർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് കുറിച്യർ. അപ്പൊ ഈ കുറിച്യരുടെ കയ്യിൽ എന്തേ ഉള്ളൂ? കാർഷിക വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. ഇവരോട് പറയും, നിങ്ങൾ ഇനി മുതൽ നികുതി കൂട്ടിത്തരണം. എവിടുന്ന സാധുക്കളായിട്ടുള്ള ഈ കൃഷിക്കാരായിട്ടുള്ള ആളുകൾ എങ്ങനെയാ നികുതി കൂട്ടി കൊടുക്കുന്നത്? അപ്പൊ നികുതി കൂട്ടി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒന്നാമത്തെ കാരണം, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നികുതി വർദ്ധിപ്പിച്ചു. ആ നികുതി വർദ്ധിപ്പിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് കൂടി നിങ്ങളൊന്ന് പഠിക്കണം. തോമസ് വാർഡൻ എന്ന എന്തുവാ? തോമസ് വാർഡൻ എന്ന. അപ്പൊ അത് ഓക്കെ ആയി. ഇനി ഈ പറയുന്ന ബ്രിട്ടീഷുകാർ പറഞ്ഞു, കുറിച്യർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗക്കാരോട് പറഞ്ഞു, നിങ്ങൾ നികുതി പണമായി തന്നെ നൽകണം. അപ്പൊ ആദ്യ സമയത്ത് നികുതി പണമായിട്ട് കൊടുക്കണ്ടായിരുന്നു. ഏതെങ്കിലും കാർഷിക വസ്തുക്കളായിട്ട്, ഇപ്പൊ നെല്ലായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളായിട്ട് കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ ഈ പറയുന്ന കുറിച്യർ കലാപത്തിന് കാരണമാകുമ്പോൾ ഈ പറയുന്ന തോമസ് വാർഡൻ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷുകാർ പറഞ്ഞത്, നികുതി കൂട്ടി ഓൾറെഡി. രണ്ടാമത്തെ കണ്ടീഷൻ, നികുതി എന്തായിട്ട് തന്നെ കൊടുക്കണം? പണമായി തന്നെ കൊടുക്കണം. അപ്പൊ നികുതി കൊടുക്കാൻ പണം ഈ പറഞ്ഞ കുറിച്യർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗത്തിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? കൊടുക്കത്തില്ല. അപ്പൊ നികുതി കൊടുക്കാത്തവരെ അവിടുന്ന് എന്ത് ചെയ്യും? വിട്ടുപോകണം. നികുതി കൊടുക്കാത്തവരുടെ കയ്യിൽ നിന്ന് ഭൂമി തിരിച്ചു പിടിക്കാൻ തുടങ്ങി ആര്? ബ്രിട്ടീഷുകാർ. ഈ 3 കാരണങ്ങളാ കുറിച്യർ കലാപത്തിനുള്ളത്. ഇക്കഴിഞ്ഞ LGS പരീക്ഷയിൽ പ്രസ്താവനയായി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കുറിച്യർ കലാപം നടന്ന വർഷം കിട്ടിയല്ലോ, 1812 ആണ്. കുറിച്യർ കലാപത്തിന് 3 പ്രധാനപ്പെട്ട നേതാക്കൾ, വെൺകലോൻ കേളു, 1000 വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി. അതിൽ രാമനമ്പിയെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. ദെൻ ഈ പറയുന്ന കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സൈന്യം പിന്നീട് ആരെ പിടികൂടുന്നു? ഈ പറയുന്ന രാമനമ്പിയെ പിടികൂടി വധിക്കുന്നു. അത് 1812 മെയ് 1 പിടികൂടി വധിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ആവർത്തിച്ച് പഠിക്കണം. ഇത് ഈ പറയുന്ന കുറിച്യർ കലാപത്തിന് ഒരു മുദ്രാവാക്യമുണ്ട്. കുറിച്യർ കലാപത്തിന് മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന. അപ്പൊ ഈ പറയുന്ന കുറിച്യർ കലാപത്തിന് മുദ്രാവാക്യം എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നാണല്ലോ. ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട് നികുതി വർദ്ധിപ്പിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് തോമസ് വാർഡൻ ആണെന്ന് ഓർത്തു വെക്കണം. ഒരു ചോദ്യം കൂടെ നിങ്ങൾ ഉറപ്പായും പഠിക്കണം.
ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കുറിച്യരുടെ അല്ലെങ്കിൽ കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് TH ബേബർ പറഞ്ഞൊരു വാക്യമുണ്ട്. അത് മിക്ക മത്സര പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ ഈ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ആരുടെ നിയന്ത്രണത്തിൽ? കുറിച്യർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗത്തിന്റെ നിയന്ത്രണത്തിൽ ആയേനെ എന്ന് കുറിച്യർ കലാപത്തെ പറ്റി അഭിപ്രായപ്പെട്ടത് TH ബേബർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. തോമസ് വാർഡനെ മറക്കരുത്. ഈ പറഞ്ഞ കുറിച്യർ കലാപത്തിന് കാരണമായ നികുതി വർദ്ധിപ്പിച്ച ബ്രിട്ടീഷുകാരന്റെ പേരാണ് തോമസ് വാർഡൻ. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഈ പറയുന്ന കുറിച്യരുടെയും കുറുമ്പരുടെയും കുറിച്യർ കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഗോത്രവർഗക്കാരായിട്ടുള്ള കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നികുതി ഏർപ്പെടുത്തി. നികുതി പണമായിട്ട് കൊടുക്കാൻ നിർബന്ധിച്ചു. നികുതി കൊടുക്കാൻ പറ്റാത്തവരുടെ ഭൂമി എന്ത് ചെയ്യുന്നു? പിടിച്ചെടുക്കുന്നു. എന്നിട്ട് അവരെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? പുറത്താക്കുന്നു. ഈ സിസ്റ്റത്തിനെതിരെയാണ് ഈ പറയുന്ന ഏത് കലാപം നടക്കുന്നത്? കുറിച്യർ കലാപം നടക്കുന്നത്. അതുകൊണ്ടാണ് കുറിച്യർ കലാപത്തിന് മുദ്രാവാക്യം എന്താകുന്നത്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതാകുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിക്കണം. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം എഴുതിയതാരാണ്? കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം എഴുതിയത് കുമാരൻ വയലേരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് കുമാരൻ വയലേരിയാണ്. അതുകൂടി നിങ്ങൾ പഠിച്ചാൽ ആ ഒരു ടോപ്പിക് കിട്ടി. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1921. തെറ്റ്. കാരണം എന്താ? ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് 1921 1916 ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. മലബാറിലെ സമഗ്രമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയുള്ളൊരു കൂട്ടായ്മയുടെ കൂട്ടായ്മ എന്ന ആശയമാണല്ലോ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. 1916 മുതൽ 1920 വരെ. 1916 ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം, 1917 2, 1918 3, 19 4, 1920 5. അങ്ങനെ 5 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളും അതിന്റെ വർഷവും അതിന്റെ വേദിയും അതിന്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന വ്യക്തികളെയും പഠിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 2024 10th ലെവൽ പരീക്ഷയിൽ ഉറപ്പിച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഈ വീഡിയോ സീരീസിൽ 1 മാർക്കല്ല 1-ൽ കൂടുതൽ മാർക്കിന്റെ കണ്ടന്റ് കാണും. ആ കണ്ടന്റ് ഉറപ്പായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഉറപ്പായും പഠിക്കണം. ഓക്കെ. അപ്പൊ ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം എന്നാണ്? അത് 1916. അപ്പൊ ഇതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ഇല്ലയോ? ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തെ പറ്റി 5 സമ്മേളനങ്ങളും അതിന്റെ വർഷവും അതിന്റെ വേദിയും അതിന്റെ അധ്യക്ഷനും ആവുമ്പം ആ ടോപ്പിക് കിട്ടത്തില്ലയോ? ഇനി നിങ്ങൾ ഞാൻ ഈ പറയുന്ന വസ്തുതകൾ ഒന്ന് ബുക്കിലേക്ക് ഒന്ന് നോട്ട് ചെയ്തേക്കണം. 1916, 1917, 1918, 1919, 1920. ഒന്ന് 1916 ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. ഹെഡിങ് കൊടുക്കേണ്ടത് ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം എന്നാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. 1916 ഒന്നാം സമ്മേളനം. ഈ ഒന്നാം സമ്മേളനത്തിന്റെ വേദി അത് പാലക്കാടാണ്. കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട് കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്ന ജില്ലയായ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയിൽ 2ാം സ്ഥാനത്തുള്ള പാലക്കാട്. ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. 2ാം സ്ഥാനം പാലക്കാടാണ്. കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലാണ് 1916 ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ആനി ബസന്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചാണ്. 1916 പാലക്കാട് ആനി ബസന്റ് ഒന്നാം സമ്മേളനം. രണ്ടാമത് നോക്കിയേ, 1917 ഇങ്ങനെ തന്നെ എഴുതി പോണം. 1917-2. ദെൻ കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് CP രാമസ്വാമി അയ്യർ. 1917 2ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദി ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. എവിടെയാണ് പ്രധാനപ്പെട്ട അധ്യക്ഷ സ്ഥാനം? അത് CP രാമസ്വാമി അയ്യർ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഇതിനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയി തന്നെയാ പഠിക്കേണ്ടത്. എങ്ങനെയാ സ്റ്റേറ്റ്മെന്റ് ആക്കണ്ടേ? വേറെ ഒന്നുമില്ല. 1916 ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ വേദി അത് പാലക്കാടാണ്. ഒരു പ്രസ്താവന. 1916 ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആനി ബസന്റ് ആണ്, അല്ലെങ്കിൽ അധ്യക്ഷ ആനി ബസന്റ് ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. 1917 നമ്മൾ പറഞ്ഞു അത് കോഴിക്കോടാണ് വേദി. അതിന്റെ അധ്യക്ഷ സ്ഥാനം ആരാണ്? അത് CP രാമസ്വാമി അയ്യർ. ദെൻ നോക്കിയേ, 1918 മൂന്നാം സമ്മേളനം അല്ലയോ? മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അത് അസീം അലി ഖാൻ എന്നാണ്. അസീം അംജദ് അലി ഖാൻ എന്നൊക്കെ ചില മെറ്റീരിയൽസിൽ കൊടുത്തിട്ടുണ്ട്. സ്കൂൾ ടെക്സ്റ്റിൽ അസീം അലി ഖാൻ എന്ന് മാത്രമേ ഉള്ളൂ. 1918
മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദി അത് തലശ്ശേരിയാണ്, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ്. ദെൻ 1919 നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് കോഴിക്കോട് ജില്ലയിലെ വടകര എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. തച്ചോളി ഓദനന്റെ ജന്മസ്ഥലം എവിടെയാണെന്ന് ചോദിക്കും. തച്ചോളി ഓദനന്റെ ജന്മസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലെ വടകരയാണ്. ആ വടകരയിലാണ് 1919 നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. ഈ നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന് ശേഷം 5 ആയിരിക്കുമല്ലോ. 1920 അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് കസ്തൂരി രംഗ അയ്യങ്കാറാണ്. മഞ്ചേരി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് എന്ത് അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. അപ്പം പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയുന്നു, 5 മഞ്ച് ആളി കയറുമ്പം തിരിയല്ലേ. അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 5ാം വർഷമല്ല, 1920. ഈ പറയുന്ന 1920 അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ 3 കാര്യങ്ങൾ ചർച്ച ചെയ്യും. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒന്ന്, ഭരണപരിഷ്കരണം എന്നറിയപ്പെടുന്ന സംവിധാനം ചർച്ച ചെയ്യും. കുടിയാൻ പ്രശ്നം ചർച്ച ചെയ്യും. ഖിലാഫത്ത് എന്നറിയപ്പെടുന്ന സംവിധാനം ചർച്ച ചെയ്യും. ഈ ചർച്ച ചെയ്ത് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി ആനി ബസന്റും അനുയായികളും ഈ പറയുന്ന 1920 അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതുകൊണ്ടാണ് കേരളത്തിലെ സൂററ്റ് എന്ന് എന്തിനെ അറിയപ്പെടുന്നത്? മഞ്ചേരി മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തെ, അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി 1920 കോഴിക്കോട് എത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയോടൊപ്പം കേരളത്തിലെത്തിയ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഷൗക്കത്ത് അലിയാണെന്ന് ഓർക്കണം. അവിടെയും നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത്. ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ എന്നറിയപ്പെടുന്ന മാസിക സ്ഥാപിച്ചത്. ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് 1930 ഉപ്പ് സത്യാഗ്രഹം ബേപ്പൂർ അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് സംഘടിപ്പിച്ചത്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ അവിടെ ഈ പറഞ്ഞ മലബാർ എന്നറിയപ്പെടുന്ന പ്രദേശത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ ഏക പ്രദേശമാണേത്? മലബാർ. അതൊന്ന് ഓർത്തു വെക്കണം. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ച പ്രദേശം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെ? അതും മലബാർ തന്നെ. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണേ. ദെൻ അതിനുശേഷം നമ്മൾ പഠിക്കുമ്പോഴാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിന്റെ ഫലമായിട്ടാണ് 1921 KPCC എന്നറിയപ്പെടുന്ന കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അങ്ങനെ ഈ പറഞ്ഞ കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം 1921 ഏപ്രിൽ 23 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ടി പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ കൂടും. 1921 ഏപ്രിൽ 23. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും. KPCCയുടെ ആദ്യ സെക്രട്ടറിയുടെ പേര് കെ മാധവൻ നായർ ആണ്. അത് ടിക്ക് ചെയ്ത് പഠിക്കണം. KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാ? അത് കെ മാധവൻ നായർ. ഇനി ജവഹർലാൽ നെഹ്റുവിന്റെ പ്രത്യേകതയുണ്ട്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച KPCCയുടെ സമ്മേളനം 1928 പയ്യന്നൂർ സമ്മേളനമാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചാൽ നമുക്ക് ആ ഒരു ടോപ്പിക് തീർക്കാം. അപ്പൊ കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം 1921 ഏപ്രിൽ 23 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്നു. ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച സമ്മേളനം അത് പയ്യന്നൂർ സമ്മേളനം. ഏത് വർഷം? 1928 കൂടിയാണെന്ന് ഒന്ന് ഓർത്തു വെക്കണം. ഇനി കേരളത്തിലെ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏത് എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മത്സര പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൽ ആദിവാസി വിഭാഗത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പം ഗദ്ദികയെ പറ്റി നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഗദ്ദിക വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗദ്ദികയെ പറ്റിയുള്ള ചോദ്യം മത്സര പരീക്ഷയിൽ ഉറപ്പായും കാണും. ഗദ്ദികയുമായി ബന്ധപ്പെട്ട കണ്ടന്റ്. ഈ ഗദ്ദിക എന്നറിയപ്പെടുന്ന കണ്ടന്റ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് PK കാളൻ. PK കാളൻ ഏത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാരെന്ന് ചോദിച്ചാൽ ഉത്തരം ഗദ്ദികയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്
PK കാളൻ. കരിന്തണ്ടൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുണ്ട്. കരിന്തണ്ടന്റെ പ്രത്യേകത എന്താ? താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഏത്? കരിന്തണ്ടൻ. കൊലുമ്പൻ മൂപ്പനുണ്ട്. കൊലുമ്പൻ മൂപ്പന്റെ പ്രത്യേകത ഇടുക്കി ഡാമിന് സ്ഥലം കാണിച്ചു കൊടുത്ത ആദിവാസി നേതാവിന്റെ പേരാണ് കൊലുമ്പൻ മൂപ്പൻ. അങ്ങനെ ആദിവാസി വിഭാഗത്തെ പറ്റിയുള്ള ചോദ്യം ഉറപ്പായിട്ടും ഒന്നെങ്കിൽ കേരള ജോഗ്രഫിയിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നവോത്ഥാനത്തിൽ നിന്നോ ചോദ്യമായി വന്നാൽ നിങ്ങൾ ഉറപ്പായും എഴുതണം. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി പണിയറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം. അപ്പൊ ആദിവാസി വിഭാഗത്തെ പറ്റി പഠിക്കുമ്പം ചോല നൈക്കറിനെ പറ്റി പഠിക്കണം, കള്ളാർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗത്തെ പറ്റി പഠിക്കണം, നായാടികൾ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗത്തെ പറ്റി പഠിക്കണം, ദെൻ മന്നാൻ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗത്തെ പറ്റി പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ആദിവാസി വിഭാഗം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറിച്യർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗത്തെ പറ്റിയും പഠിക്കണം. ഒരു ആദിവാസി വിഭാഗത്തെ പറ്റിയും കൂടെ ഒന്ന് ഓർത്തു വെക്കണം, മലസർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണേ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന്, ചോല നായ്ക്കറിന്റെ പ്രത്യേകത. ഓരോന്നും ആൻസറിലേക്ക് വരിക. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാ? അത് പണിയർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് വലുത്. ഏറ്റവും ചെറുത് ഏതെന്ന് ചോദിക്കും. ഏറ്റവും ചെറിയ ആദിവാസി വിഭാഗം അത് മലസറാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ആദിവാസി വിഭാഗം. ചോല നായ്ക്കറിന്റെ പ്രത്യേകതയുണ്ട്. ഗുഹയിൽ താമസിക്കുന്ന കേരളത്തിലെ ആദിവാസി വിഭാഗമാണ് ചോല നായ്ക്കർ. പെൺ ശിശു ഹത്യ നടത്തുന്ന കേരളത്തിലെ ആദിവാസി വിഭാഗമാണ് കള്ളാർ. പെൺ ശിശു ഹത്യ നടത്തുന്ന കേരളത്തിലെ ആദിവാസി വിഭാഗം കള്ളാറാണ്. നായാടികൾക്ക് പ്രത്യേകതയുണ്ട്. എന്തുവാ നായാടികളുടെ പ്രത്യേകത? മഹാത്മാഗാന്ധിയുടെ പുസ്തകത്തിൽ പരാമർശമുള്ള കേരളത്തിലെ ആദിവാസി വിഭാഗമാണ് നായാടികൾ. മന്നാൻ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗത്തിന് പ്രത്യേകതയുണ്ട്. രാജാവ് തലവനായ കേരളത്തിലെ ആദിവാസി വിഭാഗമാണ് മന്നൻ. അതുകൊണ്ടാണ് മന്നാൻ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗത്തിലെ രാജാവിനെ കോഴിമല രാജാവ് എന്ന് വിളിക്കുന്നത്. ഏഴിമല രാജാവല്ല, കോഴിമല രാജാവ്. കേരളത്തിലെ മികച്ച നെൽകർഷകർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗം കുറിച്യറാണെന്ന് ഓർക്കണം. ഗദ്ദികയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വം PK കാളൻ. കരിന്തണ്ടൻ എന്തുമായി ബന്ധപ്പെട്ടതാ? താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ടതാ. കൊലുമ്പൻ മൂപ്പൻ എന്തുമായി ബന്ധപ്പെട്ടതാ? ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ടതാ. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലത്. അടുത്തത്, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വേറെ ഒന്നുമില്ല, ഉത്തരം തുലാം 10 സമരമാണ്. ഈ തുലാം 10 സമരം എന്ന ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, പുന്നപ്ര വയലാർ സമരം തന്നെയാ തുലാം 10 സമരം. പുന്നപ്ര വയലാർ സമരം തന്നെയാണ് തുലാം 10 സമരം. ഇതും ദേശീയ സമരമാണ്, ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. അതായത് അമേരിക്കൻ മോഡൽ എന്നറിയപ്പെടുന്ന ഭരണപരിഷ്കരണം എവിടെ നടപ്പിലാക്കും? തിരുവിതാംകൂറിൽ നടപ്പിലാക്കും. CP രാമസ്വാമി അയ്യർ. ഈ CP രാമസ്വാമി അയ്യർ കൊണ്ടുവന്ന ഈ ഭരണപരിഷ്കരണം ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന കലാപത്തിന്റെ പേരാണ് തുലാം 10 സമരം അല്ലെങ്കിൽ പുന്നപ്ര വയലാർ സമരം. അതിന്റെ മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. ഈ പറയുന്ന അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം മുഴക്കി അവിടെ സമരം നടക്കുന്ന സമയത്ത് CP രാമസ്വാമി അയ്യറിനെ വധിക്കാൻ ശ്രമിച്ച വിപ്ലവകാരിക്ക് ഒരു പേരുണ്ട്. ആ വിപ്ലവകാരിയുടെ പേര് KCS മണി എന്നാണ്. K ചിദംബര സുബ്രഹ്മണ്യ മണി എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഓപ്ഷൻ എയിലേക്ക് വന്നാൽ കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം നമ്മൾ പഠിപ്പിച്ചതാ. എന്തുവാ? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം ഇല്ലയോ? കുറിച്യർ കലാപത്തെ പറ്റി എൻറ്റയർ കണ്ടന്റ് A to Z എന്നാൽ കഴിയുന്ന മുഴുവൻ കണ്ടന്റും PDF-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പരീക്ഷ കൂടി അറ്റൻഡ് ചെയ്യുമ്പം അത് സെറ്റ് ആവും. ദെൻ ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ കൂത്താളി സമരം എന്നറിയപ്പെടുന്ന സമരമുണ്ട്. വേറെ ഒന്നുമില്ല, ചത്താലും ചെത്തും കൂത്താളി. ചത്താലും ചെത്തും കൂത്താളി എന്നറിയപ്പെടുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അത് ഈ പറയുന്ന കൂത്താളി സമരവുമായി ബന്ധപ്പെട്ടതാ. ഇനി ഓപ്ഷൻ സിയിലേക്ക് വരണം. മുത്തങ്ങ സമരം എന്ന് പറഞ്ഞൊരു സമരമുണ്ട്. വയനാട് ജില്ലയിലെ ആദിവാസികളുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരമാണ് മുത്തങ്ങ സമരം. ഈ പറഞ്ഞ 4 ഓപ്ഷനുകൾ ഒന്ന് ഓർത്തു വെക്കണേ. ഒന്നാമത്തത് കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം പറഞ്ഞു, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. കൂത്താളി സമരത്തിന്റെ പ്രത്യേകത പറഞ്ഞു, ചത്താലും ചെത്തും കൂത്താളി. അതിന് റിലേറ്റഡ് ഫാക്ട് പറഞ്ഞോളാം. മുത്തങ്ങ സമരം വയനാട് ജില്ലയിലെ ആദിവാസി കലാപവുമായി ബന്ധപ്പെട്ടതാ. തുലാം 10 സമരത്തിന്റെ മറ്റൊരു പേരാണേത്? പുന്നപ്ര വയലാർ സമരം. ഈ തുലാം 10 സമരം എന്നറിയപ്പെടുന്ന പുന്നപ്ര വയലാർ സമരനായകൻ എന്നറിയപ്പെടുന്ന കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ. അദ്ദേഹത്തിന്റെ ആത്മകഥ നിങ്ങൾക്ക് കാണാപ്പാഠമാണ്, അതല്ല ഞാൻ പറഞ്ഞത്. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പുസ്തകം എഴുതാനാണ് VS അച്യുതാനന്ദനാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ പറയുന്ന 4 ഓപ്ഷന്റെയും അതിന്റെ ആൻസർ കീ നമുക്ക് കിട്ടണം. അമേരിക്കൻ മോഡൽ അറബിക്
അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് പുന്നപ്ര വയലാർ സമരം എന്നറിയപ്പെടുന്ന തുലാം 10 സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മഞ്ചേരി കലാപം 1849, ഓപ്ഷൻ ബി 1851 മട്ടന്നൂർ കലാപം, ഓപ്ഷൻ സി 1879 കുളത്തൂർ കലാപം, ഓപ്ഷൻ ഡി 1921 മങ്കട കലാപം. ഇപ്പം ഈ ഒരു ചോദ്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് വേണ്ടത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇതിന്റെ എല്ലാം വർഷം പഠിക്കണം. ഇനി എന്താണ് ഈ പറയുന്ന കലാപങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട മാപ്പിള കലാപങ്ങളുടെ പേരാ ഈ എഴുതി വെച്ചേക്കുന്ന മഞ്ചേരി കലാപം, ദെൻ മട്ടന്നൂർ കലാപം, കുളത്തൂർ കലാപം, മങ്കട കലാപം. പറഞ്ഞല്ലോ, SCERT മുഴുവൻ കണ്ടന്റും പറഞ്ഞു തരുക. 1836 മുതൽ, മറക്കരുത്, 1836 മുതൽ 1853 വരെ, മറക്കല്ല, 1836 മുതൽ 1853 വരെ ഏറ്റവും പ്രധാനപ്പെട്ട ചൂഷണം മലബാർ പ്രദേശത്ത് ഉണ്ടായിരുന്നു. 1836 മുതൽ 1853 വരെ. അങ്ങനെ മലബാർ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ 2/3 ഭാഗം നികുതിയും സംഭാവന ചെയ്തത് 3 പ്രധാനപ്പെട്ട താലൂക്കുകളിൽ നിന്ന്: ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. ഈ പറയുന്ന ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്നറിയപ്പെടുന്ന 3 താലൂക്കുകളിൽ ധാന്യവിളയുടെ കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഏർപ്പെട്ടവരാണ് ഈ ബ്രിട്ടീഷുകാർക്ക് ഈ നികുതി എല്ലാം കൊടുത്തിരുന്നത്. അങ്ങനെ 1836 മുതൽ 1919 വരെ, ഞാൻ പറയുന്ന സ്കൂൾ ടെക്സ്റ്റ്, SCERT സ്കൂൾ ടെക്സ്റ്റ് വസ്തുതയാണ്, 1836 മുതൽ 1919 വരെ ഏകദേശം 32ഓളം കാർഷിക കലാപങ്ങൾ ഏറനാട്, വള്ളുവനാട്, ഈ പറയുന്ന പൊന്നാനി, ഈ 3 താലൂക്കുകളിൽ റിപ്പോർട്ട് ചെയ്തു. ഇതിനെയാണ് മാപ്പിള കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും അവസാനം നടന്ന കലാപമാണ് മലബാർ കലാപം 1921. അത് നമുക്ക് കാണാപ്പാഠമാണെന്ന് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത്, മലബാർ കലാപം ഈ മാപ്പിള കലാപത്തിന്റെ തുടർച്ചയാണ്. ചരിത്രം പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. കേരള PSCയുടേതായിട്ടുള്ള ചോദ്യവും ഉത്തരവും ഉണ്ട് എന്ന് മാത്രം പരിഗണിക്കുന്നു. ഓപ്ഷൻ എയിലേക്ക് വന്നാൽ മഞ്ചേരി കലാപം 1849 ശരിയാ. ഈ പറയുന്ന അങ്ങാടിപ്പുറം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അങ്ങാടിപ്പുറം മഞ്ചേരി കലാപം നടന്ന വർഷം 1849, അത് ശരിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ 1851 മട്ടന്നൂർ കലാപം. എന്താ മട്ടന്നൂർ കലാപത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വള്ളുവനാട് എന്നറിയപ്പെടുന്ന രാജാവുണ്ട്. വള്ളുവനാട് രാജാവിന്റെ കാര്യസ്ഥനായ കോമുമേനോനെതിരെ നടന്ന കലാപങ്ങളെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മട്ടന്നൂർ കലാപം എന്നറിയപ്പെടുന്നത്. 1851. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതുണ്ട്, 1852 എന്ത് നടക്കുന്നുണ്ട്? മട്ടന്നൂർ കലാപമുണ്ട്. 1851 നടക്കുന്നത് പ്രധാനപ്പെട്ട വള്ളുവനാട് രാജാവിന്റെ കാര്യസ്ഥനായ കോമുമേനോനെതിരെയുള്ള പ്രധാനപ്പെട്ട കലാപമാണ്. 1852 നടക്കുന്നത് ഈ പറയുന്ന മട്ടന്നൂർ കലാപം. അതുകൂടെ ഒന്ന് ഓർക്കണേ, ഒന്ന് തിരുത്തി പഠിച്ചേക്കണം. 1851 മട്ടന്നൂർ കലാപം, 1852 മട്ടന്നൂർ കലാപം. ദെൻ 1879 കുളത്തൂർ കലാപം എന്നറിയപ്പെടുന്ന കലാപം. 1921 മങ്കട കലാപം, 1919 മങ്കട കലാപം. അപ്പൊ മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്ന വ്യക്തി മങ്കട കൃഷ്ണവർമ്മ രാജിയാണ്. മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് മങ്കട കൃഷ്ണവർമ്മ രാജ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തെറ്റായ ജോഡി ഏതെന്നില്ലേ ചോദ്യം? മഞ്ചേരി കലാപം 1849, അത് ശരിയാണ്. 1852 തിരുത്തി പറയുന്നു, 1852 എന്ത്? മട്ടന്നൂർ കലാപം, അത് ശരിയാണ്. 1879 കുളത്തൂർ കലാപം, അത് ശരിയാണ്. 1921 മങ്കട കലാപം, 1919 മങ്കട കലാപം. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഈ പറയുന്ന ഡി ഓപ്ഷൻ ആണ് തെറ്റ്. അപ്പൊ നമുക്ക് വേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറഞ്ഞ മലബാർ കലാപം പഠിക്കുമ്പം 2 പ്രധാനപ്പെട്ട കമ്മീഷനെ പറ്റി നിങ്ങൾ പഠിക്കണം. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വേറെ ഒന്നുമില്ല, മലബാർ കലാപവും പഠിക്കുന്ന സമയത്ത്, മലബാർ കലാപം എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കുമ്പം 3 പ്രധാനപ്പെട്ട കമ്മീഷനെ പറ്റി നിങ്ങൾ പഠിച്ചേ മതിയാകൂ. ഒന്ന് വില്യം ലോഗൻ കമ്മീഷൻ, മറ്റൊരെണ്ണം TL സ്ട്രേഞ്ച് കമ്മീഷൻ, മറ്റൊരെണ്ണം നേപ്പ് കമ്മീഷൻ. ഇതിൽ നേപ്പിനെ അങ്ങ് മാറ്റണം. നേപ്പ് കമ്മീഷന്റെ പ്രത്യേകത, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവത്തിന്റെ പേരാണ് വാഗൺ ട്രാജഡി. ഈ വാഗൺ ട്രാജഡിയെ പറ്റി അന്വേഷിച്ച കമ്മീഷന്റെ പേരാണ് നേപ്പ് കമ്മീഷൻ. അപ്പൊ അതിനെ നമുക്ക് അങ്ങ് ഓട് ചെയ്യാം. ഇതങ്ങ് മാറ്റി അങ്ങ് പഠിച്ചാൽ മതി.
വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ മലബാറിലെ മാപ്പിള കലാപങ്ങളെ പറ്റി പഠിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേരാണ് വില്യം ലോഗൻ കമ്മീഷൻ. ഈ വില്യം ലോഗന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. മലബാർ മാനുവൽ എന്ന പുസ്തകം എഴുതിയത് വില്യം ലോഗനാണ്. 3 മാനുവലാണ് മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഒന്ന്, മലബാർ മാനുവൽ എന്ന പുസ്തകം എഴുതിയത് വില്യം ലോഗൻ. കൊച്ചി മാനുവൽ എന്ന പുസ്തകം എഴുതിയത് സി അച്യുതമേനോൻ. തിരുവിതാംകൂർ മാനുവൽ എന്ന പുസ്തകം എഴുതിയത് നാഗമയ്യ. 3 ചോദ്യമാണ്. വീണ്ടും ആവർത്തിക്കുന്നു, തിരുവിതാംകൂർ മാനുവൽ ആരാണ്? നാഗമയ്യ. കൊച്ചി മാനുവൽ ചോദിച്ചാൽ സി അച്യുതമേനോൻ. മലബാർ മാനുവൽ വില്യം ലോഗൻ. ഈ 3 പുസ്തകങ്ങൾ ഒന്ന് ഓർത്തു വെക്കണേ. ഇനി നമുക്ക് ആൻസറിലേക്ക് വരണം. അപ്പൊ ഓപ്ഷൻ അനുസരിച്ച് എഴുതാൻ പറ്റും. ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ കമ്മീഷന്റെ പേര് TL സ്ട്രേഞ്ച് കമ്മിറ്റി എന്നാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മലബാറിലെ ജന്മിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫോം ചെയ്ത കമ്മിറ്റിയാണ് ഈ വില്യം ലോഗനും TL സ്ട്രേഞ്ചും എല്ലാം. ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റൂ. കേരള PSC ഇന്നേ കാലം വരെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനോ മലബാർ കലാപത്തെ പറ്റി പഠിച്ച കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ രണ്ടിൽ ഏതെങ്കിലും ഓരോ ഓപ്ഷനെ കൊടുക്കാറുള്ളൂ. രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. എന്താണ്? മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഇത് വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിലെ മാപ്പിള കലാപങ്ങളുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അറിയിച്ച കമ്മീഷൻ കൂടിയാണ് വില്യം ലോഗൻ കമ്മീഷൻ. TL സ്ട്രേഞ്ചിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പ്രത്യേകത ഇങ്ങനെയാ, മലബാർ കലാപത്തിന് തൊട്ട് മുന്നേ നടന്ന, അതായത് 1921 നടന്ന മലബാർ കലാപത്തിന് തൊട്ട് മുന്നേ ഈ പറഞ്ഞ കുളത്തൂർ കലാപം, മഞ്ചേരി കലാപം, മങ്കട കലാപങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കർഷക കലാപങ്ങളെ പറ്റി അന്വേഷിച്ച കമ്മീഷൻ എന്നാണ് ചരിത്രം പറയുന്നത് TL സ്ട്രേഞ്ച് കമ്മിറ്റി. ചരിത്രം പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. കേരള PSC കൊടുത്തിരിക്കുന്നത് രണ്ടിൽ ഏതാണോ അത്. രണ്ടും ഇന്നേ കാലം വരെ കേരള PSC ഒരുമിച്ച് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. പിന്നെ നേപ്പ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. 1921 വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ അല്ലെങ്കിൽ വാഗൺ ട്രാജഡിയെ പറ്റി അന്വേഷിച്ച കമ്മീഷന്റെ പേരാണ് നേപ്പ് കമ്മിറ്റി അല്ലെങ്കിൽ നേപ്പ് കമ്മീഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത സെഷനിൽ ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യും. ഈ പറയുന്ന ഓരോ ടോപ്പിക്കും എൻ്റെ ടോപ്പിക്ക് നമ്മൾ ഇങ്ങനെ റാൻഡം ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകും. നിങ്ങൾ എഴുതാൻ പോകുന്ന 10th ലെവൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ച് തന്നെ പോകും. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഈ പറയുന്ന ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും എഴുതണം. നിങ്ങളെ പ്രതീക്ഷിക്കുന്ന അമ്മയ്ക്കും അച്ഛനും സഹോദരങ്ങൾക്കും ആ അഡ്വൈസ് ലെറ്റർ കയ്യിൽ കൊടുക്കാനുള്ള ഭാഗ്യം 2025 ഉണ്ടാകട്ടെ. കാരണം അത്രയേറെ ഭാഗ്യം നിങ്ങൾക്കുണ്ടാവും. കാരണം അത്രയേറെ നിങ്ങൾ പഠിച്ചു, അത്രയേറെ പരീക്ഷ അറ്റൻഡ് ചെയ്തു, അത്രയേറെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു. ഈ മാധ്യമത്തിൽ നിന്ന് മാത്രമല്ല, പല പ്ലാറ്റ്ഫോമിൽ നിന്നും പല ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു, കൃത്യമായി പഠിച്ചു, നോട്ട്സ് എഴുതി ഒരു 15ഓളം ബുക്കെങ്കിലും നിങ്ങളുടെ വീട്ടിൽ സൈഡിൽ കാണും, നിങ്ങളുടെ റൂമിന്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വൃത്തിയായി വായിക്കുക. വരും ദിവസങ്ങളിൽ SCRT ഉറപ്പായും പഠിക്കണം. PYQ പറയുന്ന PDF നോട്ട് മാത്രമേ പഠിക്കാവൂ എന്നല്ല പറഞ്ഞേക്കുന്നത്. നിങ്ങളെ കഴിയുന്ന മുഴുവൻ കണ്ടന്റും ഡിസ്കസ് ചെയ്ത് പഠിക്കുക. ഈ പറയുന്ന എൻ്റെ കണ്ടന്റും നിങ്ങൾക്ക് മത്സര പരീക്ഷയിൽ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.